വെൽക്കം ടു ടേക്ക് ടു പോഡ്കാസ്റ്റ് എപ്പിസോഡ് 9. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ഒക്കെ ആണ്. അപ്പോൾ ജീവൻ ആണ്. വെൽക്കം. ഹായ്, വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ പോഡ്കാസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റിയത്. അതിൽ എൻ്റെ ഒപ്പം പഠിച്ച ഫ്രണ്ട്സാണ് ഞങ്ങൾ ഡിഗ്രി പഠിച്ചത് ഇവിടെ ഫിലിം അസ്മാവിയിൽ. അപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം നമ്മുടെ കോളേജിൽ തന്നെ വന്നിട്ട് ഒരു പോഡ്കാസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ, നിങ്ങളായിട്ട് സംസാരിക്കാൻ പറ്റുന്നതിൽ ആ നിമിഷം ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഞാൻ നിങ്ങൾ ചോദിക്കുന്നതിനുള്ള വിശേഷം കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ പങ്കുവയ്ക്കും. വെച്ചാൽ എനിക്കൊരു എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ ഈ ഒരു ഏജില് കുറെ അച്ചീവ്മെന്റ്സ് എന്താ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് കുറെ അച്ചീവ്മെന്റ്സ് നമ്മൾ ഈ ഏജിലെങ്കിൽ ഈ അവസ്ഥയിൽ നിന്നിട്ട് നേടാൻ പറ്റി. അതിനിപ്പോ തുടക്കം തൊട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജ് പഠനം തൊട്ട് ഞാൻ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പഠിച്ചത് +1+2 ട്രാവൽ ആൻഡ് ടൂറിസം ആണ് പഠിച്ചത്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഹയർ ഒരു ഡിഗ്രി എടുക്കണം എന്നായിരുന്നു മൈൻഡിൽ ഉണ്ടായിരുന്നത്. കാരണം ഒപ്പം പഠിച്ച പിള്ളേരൊക്കെ അതിലേക്ക് തന്നെ പോകണം എന്നുള്ളതുകൊണ്ട് എനിക്കത് തന്നെയായിരുന്നു. അപ്പൊ നമ്മളത് നിയറസ്റ്റ് ഏത് കോളേജിലാണെന്ന് ആദ്യം അന്വേഷിച്ചത് ഇതിന്റെ ഡിഗ്രി എവിടെ കിട്ടാണ്. RMHS ആയിരുന്നു +2 പെരിഞ്ഞത് പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ അസ്മാബിയിൽ ഇങ്ങനെ ഒരു കോഴ്സ് കണ്ടു, ബിവോക്ക് ട്രാവൽ ആൻഡ് ടൂറിസം സംഭവം കണ്ടപ്പോൾ ഞാൻ അത് ഇവിടെ അപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ കിട്ടി, സീറ്റ് കിട്ടി. എനിക്ക് ഇവിടെ കിട്ടി. ഞാൻ അവിടെ ചേരാൻ വന്നപ്പോൾ ഒന്നിവിടെ ചേരുന്ന ടൈമിൽ അവിടെ ഓഫീസിൽ സാറുമാരുണ്ടായിരുന്നു. അപ്പോൾ ബിവോക്കിൻ്റെ സാറുമാരുണ്ടായിരുന്നു, ടൂറിസത്തെ സാറുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പ്രസൂൺ സാറുണ്ടായിരുന്നു അറിയാം. അപ്പം ഞാൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് അന്ന് ടൂറിസത്തിൻ്റെ സാറ് പറഞ്ഞു, ആളെ പറ്റി ചിന്തിക്കുമ്പോൾ അത് കറക്റ്റാണെന്ന് പറഞ്ഞത്. നീ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഓരോ സെമ്മിലും ഒരു ട്രിപ്പ് പോകണം, ട്രാവൽ ചെയ്യണം, 2 ആഴ്ച. അപ്പം നിനക്കൊരു ബുദ്ധിമുട്ടാവും എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ അപ്പം അമ്മ ഉണ്ടായിരുന്നു കൂടെ. അപ്പം അമ്മയ്ക്കും കൺഫ്യൂസ്ഡ് ആയി, എനിക്കും കൺഫ്യൂസ്ഡ് ആയി. അപ്പം അങ്ങനെ ആലോചിച്ച് ഞാനും ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് പ്രസന്റ് സാർ അപ്പുറത്തിരിക്കുന്നുണ്ടായത്. അപ്പോൾ സാറ് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷൻ, നിനക്ക് എങ്ങനെയാണ് എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എഡിറ്റിംഗ് ഇഷ്ടമാണ്. ഞാനിങ്ങനെ എഡിറ്റിംഗ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ജസ്റ്റ് ഇങ്ങനെ ട്രോള്, വീഡിയോ എഡിറ്റ് ചെയ്യുക, BGM ഇടുക, അങ്ങനെ സിമ്പിൾ ഒരു ഫോണിലൊക്കെ ചെയ്യണ പോലത്തെ പരിപാടി അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പം എനിക്ക് ഒരു ക്രേസ് ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം ഞാൻ സാറിൻ്റെ കൊടുത്ത് പറഞ്ഞു, സാറ് എനിക്ക് ഇതിനോട് താല്പര്യമുണ്ട്. ശരി. അപ്പം സാറ് പറഞ്ഞു, എന്നാൽ നീ ഒന്നും നോക്കണ്ട, ഫോം ഫില്ല് ചെയ്ത് നമുക്ക് ഇതിൽ ചേരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേർന്ന് ഞാൻ ഒരു, നിനക്കറിയണ്ടോ, ഫസ്റ്റ് ഡേ ഞാൻ അന്ന് ക്ലാസ്സിലിരുന്നു. അപ്പൊ അന്ന് ക്ലാസ്സിലിരുന്നപ്പോ ഇതുപോലെ അന്ന് എന്തോ മേലയിലായിരുന്നു എന്റെ മോളിലായിരുന്നു ക്ലാസ്, പൊക്കിയെടുത്ത് വന്നു. അപ്പോ അത് പിന്നെയും അപ്പൊ കൺഫ്യൂസ്ഡ് ആയി. മോളിക്ക് ഇനി എല്ലാ ദിവസം അങ്ങനെ പോകാൻ പറ്റുന്ന ആലോചിച്ചിട്ട് ഞാൻ കുറച്ചാള് ഇംഗ്ലീഷിൽ പോയിരുന്നു. അവിടെ ഡിസേബിൾ ആയ ആൾക്കാർക്ക് അവിടെ സ്ലോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കംഫർട്ട് അനുസരിച്ച് ഞാൻ ഒരാഴ്ച അവിടെ പോയിരുന്നു. ഈ ഇവിടെ BA ഇംഗ്ലീഷിൽ ഇരുന്നപ്പോ തുടങ്ങിയ സമയത്ത് തന്നെ, അതായത് ഒരു ദിവസം ഞാൻ ഇവരൊപ്പം ഇരുന്നിട്ടുള്ളൂ. ആദ്യം തന്നെ മനസ്സിലോടെയാണ് ആ ബിയിലേക്ക് പോയത്. എനിക്കാണെങ്കിൽ ഇതിന്റെ സെറ്ററിൽ ഇംഗ്ലീഷ് ടീച്ചർമാര് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു പിടുത്തില്ല, കാരണം ഫുൾ വരെ ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്ത് പോവുക നമ്മുടെ ഒരു ഇതല്ല. അപ്പൊ എനിക്ക് എന്തായാലും മനസ്സിലായി ഇത് പറ്റില്ല പരിപാടി. അപ്പൊ ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡായി. ഇത് 3 കൊല്ലത്തിൽ ഇരിക്കേണ്ട എന്തായാലും, നമ്മളെ ഒരാഴ്ച പോലും എനിക്ക് തള്ളി നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ എന്നെ ആ കോഴ്സിക്ക് തന്നെ മാറാ, ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് TC പഠിച്ച് പോകാൻ വേറെ എന്തെങ്കിലും എഡിറ്റിങ് 6 മാസത്തെ കോഴ്സ് എടുത്ത് അങ്ങനെ പഠിക്കാം, ഡിപ്ലോമ അങ്ങനെ എന്തെങ്കിലും പഠിക്കാന്ന് പറഞ്ഞപ്പോൾ അപ്പൊ പ്രസന്റ് സാറിന്റെ അടുത്ത് പിന്നെ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു, അന്നോ കുഴപ്പമില്ല, നീ ഇങ്ങോട്ട് തന്നെ വായു എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതെ. എന്നിട്ട് ഞാൻ റീജോയിൻ ചെയ്തിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ക്യാമറ ഉണ്ടായിരുന്നു. എടുത്തിട്ട് ഞാൻ പിള്ളേരൊക്കെ ഗവൺമെന്റ് ഡാനിനൊക്കെ എടുത്തിട്ട് ഞാൻ ബീച്ചിൽ പോയിട്ട് ഒരു സാധനം പിടിച്ച് സൂര്യനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു കവർ സോങ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. അതെവിടെ നമ്മുടെ ദുബായ് റോഡ് പോണ ബീച്ചിൽ അല്ല, പരുന്ത് പറക്കണത് ഇവിടെ നമ്മളെ ഗ്രൗണ്ടിൽ അല്ലടാ, അത് രണ്ടാമത് ചെയ്ത വർക്ക്. ഇത്
ഡാനി മറ്റേ ബീച്ച് കൂടെ ഒറ്റയ്ക്കൊക്കെ നടന്നു പോണത്, മറ്റേ കലിങ്കുമൊക്കെ ഇരിക്കണത്, സൂര്യ കലിങ്കും ഇരിക്കണത്. എന്നിട്ട് അപ്പൊ എന്ത് നമുക്ക് ഏത്തോട് സെറ്റ് വരില്ല, എങ്ങനെ ഷോട്ട് വെക്കണ്ടേ, എങ്ങനെ കണ്ടിന്യൂറ്റി ട്രാൻസിഷൻ പോലും വരെ യൂസ് ചെയ്യാൻ എനിക്കറിയില്ല. ഒരു ഷോട്ട് കഴിഞ്ഞാല് ജമ്പാണ് വരുന്നത് എഡിറ്റ് ചെയ്യുമ്പോ, ചെയ്യുന്നത് ട്രാൻസിഷൻ പോലും എവിടെ യൂസ് ചെയ്യണ്ട, എങ്ങനെ യൂസ് ചെയ്യണ്ടെന്ന് അറിയില്ല. അങ്ങനെ ഞാനത് അന്ന് ഇങ്ങനെ പിടിച്ചു. കാരണം വെച്ചാൽ മെയിനായിട്ട് ഞാൻ അന്ന് ആലോചിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒത്തൊരുമ വരണല്ലോ നമുക്ക്. ഒരു വർക്ക് ചെയ്താലേ ആൾക്കാർ നമ്മുടെ കോർഡിനേഷൻ വരുള്ളൂ നമ്മുടെ പിള്ളേരില്. അങ്ങനെ ആ വർക്ക് ചെയ്തിട്ട് അങ്ങനെ അന്ന് പ്രൊജക്ടറിലൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോ ഇത് വരുമ്പോഴും സെം വരുമ്പോൾ നമുക്ക് അറിയില്ലേ വൈബ കാര്യങ്ങള്. അപ്പോൾ ഞാൻ അങ്ങനെ ഓട്ടോമാറ്റിക്കലി അന്ന് നമുക്ക് പ്രാക്ടിക്കലൊക്കെ നമുക്ക് കുറെ മിസ്സായി. കൊറോണ വന്നുകൊണ്ട് കോളേജിന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ നമുക്ക് ആകെ കൂടി ശരണം യൂട്യൂബ് നോക്കി പഠിക്കാന്നുള്ളതായിരുന്നു. ഞാൻ റേസിന്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് ആണ്, ഇത്രയും ഫെസിലിറ്റി ഒന്നും ഫെസിലിറ്റി വരുന്നുള്ളൂ. സാറന്മാരുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഒക്കെ എടുത്തിരുന്നവര്. ഈ സെക്കൻഡ് ഇയറിലാണ് സെമ്മിലാണ് ഈ സംഭവം ഈ എഡിറ്റിംഗ് സ്റ്റാർട്ട് ആവണത് കമ്പ്യൂട്ടറിൽ. അപ്പോഴേക്കാണ് ഈ കൊറോണ വന്നത്. അപ്പൊ ആകെ പഠിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. എഡിറ്റിംഗ് കിട്ടിയിട്ടുള്ളൂ, ലാബ് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ യൂട്യൂബ് നോക്കി പഠിച്ചു. പിന്നെ ഇടയ്ക്ക് സാറുമാരും ഓരോ പറഞ്ഞു തരും. അങ്ങനെ ഇത് ഞാൻ പറയാലോ, ഞാൻ ഇപ്പൊ ഒരു എഡിറ്ററാണ്, പ്രൊഫഷണൽ വീഡിയോ എഡിറ്ററാണ്. ഞാനൊരു ഫിറ്റ്നസ് സെന്ററിന്റെ എഡിറ്റ് ആയിട്ട് ഒരു 4 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡീറ്റാ പറ്റാ അപ്പൊ ഫ്രീലാൻസ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഞാന് മെയിനായിട്ട് എനിക്ക് ഇത് കൂടുതൽ പഠിക്കാൻ പറ്റിയത് നമ്മുടെ പിള്ളേർ കാരണാണ്ടാ. കാരണം വൈവൊക്കെ വരുമ്പോ ഇവരെ വർക്ക് എന്റെ അടുത്തേക്ക് വരികടാ, തലേദിവസമൊക്കെ വരുമ്പോ അവിടെ എഡിറ്റ് ചെയ്താടാന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ റേസിന്റെ ചെയ്തിട്ട് ഷോർട്ട് ഫിലിം അരമണിക്കൂറിന്റെ ചെയ്ത് ഞാനാ. അയ്യോ അത് 5 മിനിറ്റിന്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞു സാറ്. അപ്പൊ പ്രൊജക്ട് 5 മിനിറ്റിന്റെ ഇത് ചെയ്ത് ഞങ്ങളെല്ലാരും കഴിഞ്ഞു. റേസിന് വന്ന് റേസിന് ഇങ്ങനെ പ്ലേ ചെയ്തോണ്ടിരിക്കുന്നു, തീരണില്ല. അപ്പൊ നമ്മള് വിചാരം 5 മിനിറ്റ് ആയിട്ടില്ലാതെ എല്ലാം കഴിഞ്ഞ് ഷോർട്ട് ഫിലിം കഴിഞ്ഞ അരമണിക്കൂർ. ഇത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്ന ടൈമിലടാ, ഇത് അരമണിക്കൂർ കഴിഞ്ഞാല് വൈവിക്ക് വരുന്ന സാറിന് എന്തായാലും ബോറടിക്കണല്ല, ബാക്കിയുള്ള പിള്ളേർ വെയിറ്റിംഗ് ആയിരിക്കുമല്ലോ, സ്ക്രീൻ ചെയ്യണ്ട ടൈം പോലെ. അപ്പൊ അവൻ പറഞ്ഞ് ഇല്ലടാ കട്ട് ചെയ്യണ്ട, കൂടുതൽ സമയം ഇരുന്നോട്ടെ, സാറിന് ചിലപ്പോ ഇഷ്ടവും, വർക്ക് കൂടുന്തോറും അങ്ങനെ അവൻ പറഞ്ഞു. അവന്റെ മൈൻഡിൽ അവൻ അങ്ങനെ പറഞ്ഞാണ്. അങ്ങനെ ഇതപ്പോ അന്ന് ഇതുപോലെ എഡിറ്റ് ചെയ്ത് വന്നിട്ട് അത് കുറെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടാ സാർ പറഞ്ഞിട്ട് 10 മിനിറ്റ് അങ്ങോട്ട് കട്ട് ചെയ്ത് കുറച്ചു. അത് നിന്റെ ചെയ്തിണ്ടായില്ലോ അതുപോലെ ഇവന്റെ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ കൊറേ പേര് നീ ഉണ്ടായില്ല, നന്ദു ഇല്ലേ, നന്ദുവിനെ അറിയില്ല. ഞങ്ങൾ 3 നേരം കൂടി 2 പേരും കൂടി നിയാസിന്റെ അടുത്ത് പോയി, എടാ എനിക്ക് ചെയ്യണം, പെട്ടെന്നൊരു കഥ ഉണ്ടാക്കി ചെയ്ത്. അപ്പൊ സാർ ഒരു കാര്യം പറഞ്ഞു, ഒരു പേജ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് അങ്ങനെ. അപ്പൊ എനിക്കത് ഫസ്റ്റ് പറഞ്ഞപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ. പക്ഷെ ഇത് എടുത്തു വന്നപ്പോഴാണ് ശരിക്കും സാർ പറഞ്ഞത്. എനിക്ക് അപ്പോഴാണ് ഇതായത് 1 മിനിറ്റ് അല്ല 5 മിനിറ്റ് വേണ്ടേ, ഷോട്ടെല്ലാം തിരിച്ചും ഇവരെ മെയിൻ പ്രശ്നം ഇവര് സ്റ്റാർട്ടിങ് ബിഗിനേഴ്സ് ആണല്ലോ. ഇവര് പിടിച്ചിട്ട് ഷോർട്ട് ഫിലിം ആയിട്ട് എന്റെ അടുത്ത് ഫൈൽസും കൊണ്ടുവരും. നോക്കുമ്പോ കണ്ടിന്യൂ കട്ട് ചെയ്ത് എന്റെ ഇവൻ റഫ് കട്ട് ചെയ്തിട്ട് എനിക്ക് തന്നു. കട്ട് ചെയ്ത് നിങ്ങക്ക് തരല്ലേ ഇത്, നമ്മളിവിടെ പ്ലേ ചെയ്ത്. ഞാന് ഇവൻ പറഞ്ഞു, ഇവൻ നന്ദഗോപന്റെ ഒരു ഷോട്ട് കാണിക്കും, പിന്നെ ബീച്ചിന്റെ ഒരു ഷോട്ട് കാണിക്കും 1 മിനിറ്റ്. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞടാ ബീച്ചിന്റെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, ആൾക്കാർക്ക് ലാഗ് വരും, കാണുന്നവർക്ക് മനസ്സിലാവും. 5 മിനിറ്റ് എത്തിക്കണേ, 5 മിനിറ്റ് എത്തിക്കണല്ലോ. എന്നിട്ട് സാറ് പറഞ്ഞു 3.5 മിനിറ്റ് കണ്ട് 3.5 പേജ് ഉള്ളൂ, 3.5 മിനിറ്റ് ഷോർട്ട് വർക്ക് വരുള്ളൂ, 5 മിനിറ്റ് എത്തിക്കട്ടെ. അതിന് വേണ്ടിട്ട് ഷോട്ട് തിരിച്ചു മറിച്ചിട്ട് നമ്മള് കണ്ടിന്യൂ ചില സ്ഥലത്തൊക്കെ മിസ്സാകുമ്പോ നമ്മൾ അവിടെ നിന്നൊക്കെ കട്ട് ഷോട്ട് ഇൻസേർട്ട് കേട്ടാണല്ലോ. അത് നമുക്ക് വീഡിയോ എടുക്കുമ്പോ എഡിറ്റിംഗ് ടേബിൾ വരുമ്പോ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം, കറക്റ്റ് അറിയാം. അതുകൊണ്ട് ഇപ്പൊ നമുക്കൊരു പ്ലാൻ വന്നിട്ടുണ്ട്, എടുക്കുമ്പോ തന്നെ എഡിറ്റിംഗ് ടേബിൾ നമ്മൾ മനസ്സിലാലോചിക്കും. അപ്പൊ അങ്ങനൊക്കെ നമുക്ക് അന്ന് നമ്മള് തുടക്കത്തിലായോണ്ട് എല്ലാരും ഇങ്ങനെ പഠിക്കുക ഓരോ കാര്യങ്ങള് ഞാനിപ്പോഴും പറയും, ഞാൻ ഇത്ര വലിയ എഡിറ്ററായി ഇപ്പൊ ഇത് പഠിച്ചത് അന്ന് വരെ വർക്കൊക്കെ ചെയ്തോണ്ടാ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്ത് നമ്മൾ പഠിക്കൂലല്ലോ. അങ്ങനെ കാര്യങ്ങൾ അതുപോലെ ഇപ്പൊ അവിടുന്ന് പഠിച്ചിറങ്ങി ഇപ്പൊ ഒരു എഡിറ്ററായിട്ട് വർക്ക് ചെയ്യണ്. പിന്നെ മെയിൻലി ഇപ്പൊ എന്നെ ബ്രോ പറഞ്ഞ പോലെ ഇപ്പൊ എന്നെ ആൾക്കാർ അറിയപ്പെടുന്നത് ഒരു എഡിറ്റർ എന്ന രീതിയിലല്ല, ഒരു ട്രാവൽ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലാണ്. അല്ല അതെന്ന് പറഞ്ഞാല് നിന്റെ ഒരു പ്ലസ് പോയിന്റ് ഒരു ഫ്രണ്ട്സ് സർക്കിളാണ് നമുക്ക്. നീ ഞാൻ പറഞ്ഞ നീ ഒരു എന്താ പറയാ,
നീ ഒരു മാതൃക തന്നെയാണ്, പൊക്കി പറയണല്ല. കാരണം നിന്നെ പോലെ ഒരാള് ഇത്രയും അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ എത്താം, അല്ലെ നിനക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റണ അത് പോസിബിൾ അല്ല, നിനക്കറിയാം. ഞാനിപ്പോ ഇതിപ്പോ പറഞ്ഞപ്പോ എനിക്ക് ഒരു മനസ്സിൽ പെട്ടെന്ന് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇപ്പൊ ഇന്നലെ ഒരു കോഴിക്കോട് ഒരു ഡിസേബിലിറ്റി ഫെസ്റ്റിവലിന് പോകണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ എനിക്ക് പലതരത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റി, പല ഡിസേബിൾ ആയ ആൾക്കാരും. അപ്പൊ അവിടെ ഓരോ ആൾക്കാരുടെ മുഖത്ത് വരുന്ന സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാല്, ചിലവര് ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും ബീച്ച് കണ്ടിട്ടുണ്ടാവും അവിടെ. അപ്പൊ അവിടുത്തെ കോർഡിനേറ്റേഴ്സ് വാലന്റീേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന അവരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 100-300 വാലന്റീേഴ്സിൽ അവിടെ ഉണ്ടാവണം, എന്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ. അപ്പൊ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ എനിക്കിതുപോലെ ട്രിപ്പും കാര്യങ്ങളും കുറെ പോകാൻ പറ്റി, ലൈഫിൽ കുറെ ചെയ്യാൻ പറ്റി. അപ്പൊ ഇനിയുള്ള ജനറേഷനിലും ഇതുപോലെ ഡിസേബിൾ ആയ ആൾക്കാരെ എന്ന് വെച്ച് കഴിഞ്ഞാല് അവന് വയ്യാന്നുള്ള രീതിയിലല്ല കാണേണ്ടത്, അവന് നമ്മളെ പോലെ ഉള്ള പോലെ നോർമലായിട്ട് കാണണം. അവരെ സന്തോഷം നമ്മുടെ സന്തോഷം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാന്ന് ഞാൻ എപ്പോഴും പറയാറ് എല്ലാവരുടെ അടുത്തും. ഇപ്പൊ എനിക്കിപ്പോ ഇത് പറഞ്ഞു പെട്ടെന്ന് ഓർമ്മ വന്ന് നമ്മുടെ എന്റെ അടുത്ത് പ്രസും സാറ് ഒരാഴ്ച ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ പഠിപ്പിച്ച സാറ് ഒരാഴ്ച ഇതുപോലെ ഞാൻ നേരം വൈകി വന്നിട്ടുണ്ടായിരുന്നു കോളേജിക്ക്. ഇതുപോലെ ലാബ് നടക്കേണ്ട ടൈമായിരുന്നു എഡിറ്റിങ്ങിന്റെ. നമ്മളെല്ലാരും പുറത്താക്കിയത്. അപ്പൊ സാറന്ന് എന്റെ അടുത്ത് വിളിച്ചിട്ട് എന്നിട്ട് 1 മണിക്കൂർ ഒരു ഉപദേശം തന്നു. എടാ എനിക്ക് വേണമെങ്കിൽ നിന്നെ അവരെ മാറ്റിയിരുത്തിട്ട് നിന്നെ വേണമെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറ്റായിരുന്നു, നിനക്കൊരു ഇത് തന്നിട്ട്. പക്ഷെ ഒരിക്കലും ഞാൻ നിനക്ക് ആ പരിഗണന തരൂല. ഇവരെല്ലാരും കണ്ട പോലെ ഞാൻ നിന്നെ കണ്ടിട്ടില്ലേ, നീ ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ നിന്നെ ഇത്ര ചീത്ത പറയണതെല്ലാം. നീ ഇനി ഉയരങ്ങളിൽ എത്തണം, അതിന് നിനക്ക് എപ്പോഴും നിനക്ക് ആ ഒരു പരിഗണന കിട്ടിക്കഴിഞ്ഞാൽ നീ ആ ഒരു മൈൻഡ് ബാക്കിക്ക് പോവുള്ളൂ. അപ്പൊ അന്ന് ആ സാറ് പറഞ്ഞത് എന്റെ മനസ്സിൽ എപ്പോഴും കെടുക്കും ആ ഒരു പോയിന്റ്. നമ്മളെപ്പോഴും അത് യൂട്ടിലൈസ് ചെയ്യും ആ ഒരു മൈൻഡ്. കുഴപ്പമില്ലല്ലോ, അവരെ മാറ്റിയിരുത്തിയാലോ, എനിക്കത് ചെയ്യാലോ, അവര് പരിഗണന തരുമല്ലോ. അപ്പൊ സാറ് പറഞ്ഞു ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല, ഇവരെ പോലെ തന്നെയാണ് നീയും. അപ്പൊ നീ ഒരിക്കലും അതുകൊണ്ട് അന്ന് സാറ് പറഞ്ഞു ഞാൻ എപ്പോഴും എനിക്ക് മൈൻഡിലൊരു കെടുക്കുന്നുണ്ട്. അപ്പൊ ഇനിയുള്ള ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി, അതായത് നിങ്ങൾ പറയണെങ്കിൽ ഞാൻ പറയണെങ്കിൽ നമ്മൾ പോണ ട്രാവലിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറെ. ഹരിയർ ഫോർട്ട് എന്ന് പറഞ്ഞ ഇപ്പൊ നടക്കാൻ പറ്റണ ഒരാള് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യണത്. അതായത് നമ്മൾ പോലല്ല ഈയൊരു ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരാൾ പോലും. അത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാല് അതായത് ഇപ്പൊ ഹരിയർ ഫോർട്ടിന്റെ ട്രക്കിങ്ങിന്റെ കേസ് ഞാൻ ഇപ്പൊ കുറെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറയണത് നിങ്ങളുടെ അത് കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ്. നിന്നെ ഒരാൾ തോളി പിടിച്ച് കയറ്റി ഷോൾഡർ ചെയ്ത് കൊണ്ടുപോകാൻ നിന്നേലും ടെൻഷൻ ആയിരിക്കും. നിന്റെ ലൈഫ് നോക്കണം. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരു ചെറിയ സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാ അത് അതിൽ പറഞ്ഞൊരു ഭയങ്കര ഒരു പോയിന്റ് ആണ്. അവരെ മനസ്സിലും ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. കാരണം നമ്മളിത് കേറിയ പോലെ തിരിച്ചിറങ്ങും വേണേ. വീഡിയോയിൽ കാണുന്നതൊക്കെ ഒരു 10% ആണ് നിങ്ങൾ കാണുന്നത്. റീല് വേറെ, റീല് മറ്റേ പറഞ്ഞ ലൈഫ് വേറെ. അപ്പൊ ഇത് ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഞങ്ങളിപ്പോ കുറെ യാത്രകൾ പോകുന്നുണ്ട്. പക്ഷെ ഓഡിയൻസിനും ഇതുപോലെ വീൽ ചെയറിലിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും എന്റെ ഭാഗത്തു നിന്നൊരു ഇഷ്ടം ഇതുപോലെ ട്രക്കിംഗ് വീഡിയോ ആണ്. കാരണം അവർക്ക് അത് കാണുമ്പോ ഒരു ഇൻസ്പിറേഷൻ ആണ്, മോട്ടിവേഷൻ. പിന്നെ അവരെപ്പോഴും പറയും ബ്രോ ഞാൻ കയറിയ പോലെ തോന്നി എനിക്ക് ബ്രോ കയറുമ്പോ വീൽ ചെയറിലിരിക്കാൻ. അപ്പോ ഇത് ട്രക്കിങ് ഇങ്ങനെ ഹരിയർ ഫോർട്ട് ഞങ്ങൾ ചൂസ് ചെയ്യുമ്പോ ഭയങ്കര ഒരു 3 മാസം മുന്നേ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടേ. കാരണം ബാക്കിയുള്ള ട്രക്കിംഗ് സ്ഥലത്ത് പോലെ എളുപ്പമല്ല അങ്ങോട്ട് പോണെങ്കിൽ. ഡിഫിക്കൽട്ട് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ള സ്ഥലങ്ങളിലായാലും അവരെ 2 കൈയിൽ എന്നെ എടുത്ത് കയറ്റാം. പക്ഷെ അവിടെ പോണെങ്കിൽ അവരെ 2 കൈയും 2 കാലും യൂസ് ചെയ്യണം കയറണമെങ്കിൽ. അപ്പൊ എന്നെ എങ്ങനെ എടുക്കും എന്നുള്ള ആദ്യം ചിന്ത വന്നത് ഞങ്ങക്ക്. അപ്പൊ അപ്പോഴാണ് ഞങ്ങക്ക് ഫസ്റ്റ് ഒരു തോട്ട് വരുന്നത് ആ ബാഗിന്റെ ബാക്കിൽ ഇറങ്ങുന്നത്. അങ്ങനെ ആ ബാഗിനെ കുറിച്ച് കുറെ റിസർച്ച് ചെയ്ത് നമ്മുടെ നാട്ടിൽ എവിടെയും കിട്ടില്ല, കുറെ സ്ഥലത്ത് അന്വേഷിച്ച് അങ്ങനെ ഞങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് ഇതുപോലെ ഒരു ചൈനയിൽ നിന്ന് ഒരു വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടാണ് ആ ബാഗ് കിട്ടിയത്. കിട്ടിയിട്ട് നമ്മുടെ നാട്ടില് ജസ്റ്റ് ഒന്ന് വീട്ടിലിട്ട് നോക്കിയപ്പോ ഇടാനൊക്കെ പറ്റി, അടിപൊളിയായിട്ട് കയറാനൊക്കെ പറ്റി. ആ ഒരു കോൺഫിഡൻസ് വന്നു ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെ എന്തായാലും അങ്ങനെ പിന്നത്തെ ആഴ്ച ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് നേരെ മുംബൈയിൽ എത്തി. അവിടുന്ന് മഹാരാഷ്ട്രയിൽ എത്തിയിട്ട് അവിടുന്ന് നാസിക്ക് പോയി, ട്രെയിനിൽ പോയി. ഒരു 3 മണിക്കൂർ ഒരു ഭയങ്കര തിക്കും തിരക്കും കൺജസ്റ്റഡ് ആണല്ലോ, അറിയാലോ. അവിടുത്തെ ഇരുന്ന് തന്നെ പോയി ഞാൻ. അങ്ങനെ 4 മണിക്കൂർ അവിടെ പോയി. അവിടെ നിന്ന് ആ ദിവസം നാസിക്കിൽ സ്റ്റേ അടിച്ചിട്ട് ട്രംബകേശ്വർ എന്ന് പറഞ്ഞൊരു വില്ലേജിന്റെ ട്രംബകേശ്വർ എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് പിറ്റേ ദിവസം പോയി.
അങ്ങനെ ട്രക്കിങ് അവിടെ നിന്ന് ഓണാവണത്. ഈ ഓണാവണ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഈ ബാഗ് ഇടേണ്ട കേസ് മറന്നു. എങ്ങനെയാണ് ഒന്നാമത് ഞങ്ങൾക്ക് അത് വെപ്രാളായി. കാരണം ട്രക്കിങ് ഏകദേശം 1 സൈഡ് ഒരു 3 മണിക്കൂർ ഉണ്ട് ഒരു സാധാരണ ഒരാൾക്ക് നടക്കാൻ. അപ്പൊ എന്നെ കൊണ്ടുപോകുമ്പോ എന്തായാലും 5 മണിക്കൂർ ചിന്തിക്കണല്ലോ, ഒന്ന് റെസ്റ്റ് ഒക്കെ എടുക്കണല്ലോ. അങ്ങനെ അത് കുറെ നേരം ഞങ്ങൾ ടൈം എടുത്ത് കയറിയ. അതും ഭയങ്കര ക്ലൈമറ്റ് ഭയങ്കര ഇതായിരുന്നു, മഴയും ഇതൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്ത് അറിയാലോ അവിടുത്തെ വെള്ളം സ്ലിപ്പ് അങ്ങനെ വെള്ളം ഒഴുകി വരും പാറയമേ. വീഡിയോയില് കാണാണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ കുറെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിള്ളേരുടെ പറയുമ്പോ നമുക്കൊരു സന്തോഷമാണല്ലോ. അല്ല ഇപ്പൊ നിന്റെ ഫ്രണ്ട്സ് കയറണം, പഠിക്കുന്ന കാലം മുതൽ കാണാണ്. ഇപ്പൊ ആൽവിൻ ആണെങ്കിലും അനന്താണെങ്കിലും. അതെ, അതിന് എനിക്ക് എപ്പോഴും പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പോ എന്റെ ചെറുപ്പം മുതൽ ഞാൻ പഠിച്ച ക്ലാസ്സുകളിൽ എനിക്ക് എപ്പോഴും ഓരോ പിള്ളേർ എൻ്റെ ഒപ്പം തന്നെ നിന്നിട്ടുണ്ട്. അവര് ഓരോ കാര്യങ്ങൾ ഇപ്പൊ കോളേജിലായാലും അറിയാലോ, എനിക്ക് എൻ്റെ ഒപ്പം തന്നെ എപ്പോഴും കുറെ പിള്ളേരുണ്ടാവും. ഞാൻ എവിടെ 24 hours ഉണ്ടാവും. അതിപ്പോ എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടിക്കോണമെന്നില്ല. പക്ഷെ ഞാൻ പറയണെങ്കിൽ ഇനിയുള്ള ജനറേഷനിൽ എല്ലാവർക്കും ആ ഒരു ഇത് കിട്ടണം. നമ്മള് അതെന്താണ് കൊടുക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക്, മെയിനായിട്ട് എനിക്കല്ല, ഇപ്പൊ നിങ്ങളെ പോലുള്ള ഫ്രണ്ട്സിന് തോന്നണം, ഓ അവൻ അന്നാ പിള്ളേര് പോയില്ല, ആ ചേട്ടൻ കൊണ്ടുനടക്കണ പോലെ നമുക്കും അവനെ പോലെ ഇതായിട്ട് ചെയ്യാൻ ഇപ്പൊ നമ്മളെ സോഷ്യൽ കാര്യങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ ദിവസം കാണുന്ന വാർത്തകൾ നമുക്ക് ഭയങ്കര പേടിയാണ്. കുഞ്ഞു കുട്ടികളാണ്, വേറെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തല്ലുപിടിക്കുക. നിന്റെ ഒരു ഇത് കാണുമ്പോ വെച്ചാല് ശരിക്കും ഇതൊന്നല്ല, നമ്മ ഇത്രയും എഫേർട്ട് ഇടുന്നതും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് വേറെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, ഫ്രണ്ട് ഗ്യാങ് എന്ന് പറഞ്ഞാൽ അത് വേറെ വൈബ് തന്നെയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ അടുത്തൊരു ഇൻസിഡന്റ് കണ്ടിട്ടുണ്ട്. ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച്. ഒരു സ്കൂളിൽ പഠിക്കുന്ന പയ്യനെ, 10ാം ക്ലാസ്സിൽ പയ്യനെ ട്രിപ്പ് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് സ്കൂളുകാർ കൊണ്ടുപോയില്ല. എനിക്ക് കണ്ടപ്പോ ഭയങ്കര വിഷമമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ ഏജില് അവനെ അത്ര ആഗ്രഹിച്ചിട്ട് പോണതായിരിക്കും ഫസ്റ്റ് ഒന്ന് പുറത്തേക്ക്. അതിനുവേണ്ടി അവനൊരു ഓട്ടോമാറ്റിക്കലി വീൽ ചെയറൊക്കെ സെറ്റ് ചെയ്ത് 10ാം ക്ലാസ്, അത് കൊച്ചിക്കാണെന്ന് പറഞ്ഞത് ട്രിപ്പ്. അപ്പൊ കൊച്ചിയിൽ ഇപ്പൊ വലിയ ടാസ്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അവന്റെ അമ്മേനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്നിട്ട് അതന്നെ സ്കൂളുകാർക്ക് ഒരു അവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ട്രിപ്പിനെ തന്നെ ബാധിക്കുന്നുള്ള പേടിയായിട്ടായിരിക്കണം. അതെനിക്ക് നല്ലൊരു ദേഷ്യം ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായി. കാരണം നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഇങ്ങനെയുള്ളവരെ കൊണ്ടുപോകാനുള്ള ഒരു ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എപ്പോഴും ഇപ്പൊ ഞാൻ ഇങ്ങനെ പോയ പോലെ എല്ലാരും പോയാലും എനിക്കൊരു സന്തോഷമുള്ളൂ. നമ്മള് നമുക്ക് വേണ്ടിട്ട് മാത്രമല്ല ഈ ഒരു ട്രക്കിങ് കയറുന്നൊക്കെ ഈ ഒരു സിഗ്നേച്ചർ ഇട്ട് കൊടുക്കണതാണ് നമ്മള്. വരണം. അപ്പൊ അവര് ചിന്തിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അടുത്തുള്ള ഒരു ചെറിയൊരു സ്പോട്ടിക്ക് പോവാ, ഞങ്ങൾ ഇത്ര വലിയ മലയും ട്രക്കിങ് കയറിയവർക്ക് ചെറിയൊരു സ്പോട്ടിക്ക് കൊണ്ടുപോകാൻ അത്ര എളുപ്പമാണല്ലോ എന്നുള്ളൊരു ചിന്ത വരണം അവർക്ക്. അവര് ചെയ്തിട്ടുണ്ട്, അവരതിന്റെ അപ്പുറം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ കൊണ്ട് ഇവനെ ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയാലോ എന്നുള്ള ഇനി വരും കാലഘട്ടം നിങ്ങൾ അത് മാറട്ടെ.